മറ്റൊരു കമ്പനിയിലെ ബെസ്റ്റ് പെർഫോമർ നിങ്ങളുടെ കമ്പനിയിലേക്ക് വരുമ്പോൾ അവർ ലോ പെർഫോമറായി മാറുന്നു. എന്താണ് റീസൺ എന്നറിയാവോ? മെയിനായിട്ട് ആ വരുന്ന കമ്പനിയിലെ മാനേജ്മെൻറ്റിന് പ്രോപ്പർ സിസ്റ്റം ഇല്ലാതിരിക്കുന്നതാണ്. അത് ഒരുപാട് റീസൺസ് കൊണ്ടുണ്ടാവാം. ആ എംപ്ലോയിയെ നമുക്ക് പ്രോപ്പറായിട്ട് അവരുടെ എഫിഷ്യൻസി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാണ്ട് വരും. അവിടെ ഒരു പ്രോപ്പർ സിസ്റ്റം കാണില്ല, പ്രോപ്പർ വർക്ക് മാനേജ്മെൻറ്റ് കാണില്ല, പ്രോപ്പർ ഫീഡ്ബാക്ക് സിസ്റ്റം കാണില്ല, പ്രോപ്പർ റിവ്യൂ മീറ്റിംഗ് കാണില്ല. അവർ എത്രമാത്രം വർക്ക് ചെയ്യുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം വർക്ക് അസൈൻ ചെയ്തു എന്നുള്ളത് നോക്കുന്ന ഒരു പ്രോപ്പർ സിസ്റ്റം അവിടെ ഉണ്ടാവില്ല. അപ്പം ഒരു മാനേജ്മെൻറ്റിൻ്റെ സിസ്റ്റം പ്രോപ്പർ ആണെങ്കിൽ ആ എംപ്ലോയിക്ക് ഹൈ പെർഫോമറായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം അവരവിടെ യോജിച്ച് പോവില്ല, അവരവരുടെ കരിയർ സ്വിച്ച് ചെയ്യും.